കുറേ കാലങ്ങൾക്ക് മുന്നേ നമുക്ക് റോഡൊക്കെ വരുന്നതിൻ്റെ മുന്നേ വണ്ടികളൊക്കെ കിട്ടുന്നതിൻ്റെ മുന്നേ നമ്മൾ ബസ് കയറാൻ പോയിന് റൂട്ടാണ് കേട്ടോ. ആ റോഡൊക്കെ പാകം അടഞ്ഞ് കിടക്കണം. കാട്ടിൽ കൂടെയാണ് കേട്ടോ ഇറങ്ങി പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആ കാട്ടിൽ കൂടെ ഇങ്ങനെ നമ്മൾ വണ്ടിക്കൊരു പണി കിട്ടി. വണ്ടി ബ്രേക്കിനൊക്കെ അയക്കണം. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ബസ്സിന് പോകണം. ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റോട്ടിന് പോകാൻ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴയ അങ്ങാടിയേക്ക് പോയിരുന്ന വഴിയാണ്. പക്ഷേ ഈ അങ്ങാടിക്ക് ഇപ്പം ഞങ്ങൾ പോക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വണ്ടിയും കാര്യമൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളൊന്ന് ഷോർട്ട് കട്ടിലടിച്ചാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകളായിട്ട് കാണുന്നത്. പണ്ട് കുറേ കാലം ഇതിൽ നടന്നതാണ്. അരി സാധനങ്ങളൊക്കെ ഏറ്റിപ്പോകുന്ന വഴികളാണ്. ആ വഴി കൂടി ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പഴയ നൊസ്റ്റാൾജിയാണ് വരുന്നത്. അന്ന കാലം നമ്മൾ യാത്ര ചെയ്ത ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. ഇതിലെ കണ്ടില്ല, ഗ്രൗണ്ടാണത്. അവിടെ കന്നുകാലികൾ തീറ്റുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ പോകാം. നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ യാത്ര. വണ്ടിയിൽ പോകുമ്പോൾ ഇപ്പോൾ ഇതൊന്നും കാണാൻ കൂടില്ല. ഇവിടെ നമ്മൾ കുളിച്ചാൻ വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഒന്നും ഇവിടെ ഒന്നും പോകലില്ല. അപ്പോൾ ഇപ്പം വെള്ളമൊക്കെ ആയില്ലേ. അന്ന് വീട് തന്നെ ശരിക്കില്ല. അപ്പോൾ നമ്മൾ കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ പോയിരുന്ന സ്ഥലങ്ങളായിട്ടത്. നല്ലൊരു കയറ്റം കയറാണ്ട് കേട്ടോ. അവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അവിടെയാണ് പൊയിലേറുന്ന സ്ഥലത്താണ്. മഞ്ചക്കോട് ഭാഗത്തേക്ക് അവിടെ ഞങ്ങൾ പോയി കൊടുക്കണം. അവിടെയാണ് മരുതൻ്റെ ലാസ്റ്റ് ബസ് വന്ന് തിരിച്ചുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്കുള്ളത് ഷോർട്ട് കട്ടാണത്. ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോയി. ഫോറസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു 2 ഭാഗമുള്ള ഫോറസ്റ്റിൻ്റെ സ്ഥലം കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സൈഡ് വീടും ഒരു സൈഡ് ഫോറസ്റ്റ് ആയിട്ടാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നടക്കാനിറങ്ങി. വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഏതായാലും പണിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് പോകാനുള്ളിടത്തൊക്കെ പോയി വരാം. ബസ്സിന് യാത്ര ചെയ്യാം. ആദ്യമൊക്കെ ബസ്സിന് കുറേ യാത്ര ചെയ്യും. ഇപ്പോൾ ബസ്സിന് യാത്ര ചെയ്യലില്ല. അപ്പം അങ്ങനെ ഒരു യാത്രയിലാണ്. വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ഒരു പരിപാടി ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴികളിലൊക്കെ കണ്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടൊരു ഓർമ്മ മാതിരി അപ്പോൾ കാണണം. കുറേ കാലങ്ങളായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങളായിട്ടാണ് കാണുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ശ്മശാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. നല്ല സിഗ്നറുള്ള സ്ഥലങ്ങളാട്ടോ. അതൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലം. ഇതിൻ്റെ താഴെ ഭാഗത്ത് കോഴി ഫാമുകൾ ഉള്ള സ്ഥലങ്ങളാട്ടോ. ഇതിലിങ്ങനെ നടന്നു പോയാൽ നമുക്ക് ആ ബസ് റൂട്ടിലേക്ക് എത്താൻ പറ്റും. ബസ് അവിടെ വന്ന് തിരിക്കുന്ന സ്ഥലമാട്ടോ മഞ്ചക്കോട്. അങ്ങോട്ട് പോയി കൊടുക്കണം. അതിൻ്റെ ഇടയിലുള്ള ഓരോ കാഴ്ചകളാണ് കാണുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിലൊക്കെ ആന വരുന്ന സ്ഥലം കേട്ടോ. നല്ല മഴ വരുന്ന സമയത്ത് ഈ റോട്ടിലൊക്കെ ആന ഉണ്ടാവും. അതാണോ ഇപ്പം ആരും ഇതിൽ വരാത്തത്. ഇപ്പം ഇങ്ങനെ ഒരു വണ്ടിയില്ലാത്ത പ്രശ്നം കാരണമാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കാണൽ പോയി. ആനകൾക്കൊക്കെ നല്ല തീറ്റുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ മഞ്ചക്കോടൊക്കെ എത്താണ്. മഞ്ചക്കോടൊക്കെ എത്തി കൊടുക്കണം. അപ്പോൾ എല്ലാവരും നടന്ന് കുഴങ്ങിയിട്ടൊക്കെ വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്തിന് ആൾക്കാർക്ക് നടന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നല്ല മലയോരത്തിൻ്റെ ഉള്ളിൽ കൂടെ ആൾ താമസത്തിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ പോകണം. മലയോരങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഉണ്ടല്ലേ. ഒരു സൈഡിൽ ആൾ താമസം, ഒരു സൈഡിൽ ഫോറസ്റ്റ്. ഇവിടെ ശ്മശാനം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഹൈന്ദവ മറയുന്ന സ്ഥലത്താണ്. അപ്പം ബസ്സിലെത്തി. ബസ്സിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബസ്സൊക്കെ വന്ന് റെഡിയായി നിൽക്കണം. ഇവിടെയാണ് ബസ് വന്ന് തിരിച്ചുന്ന സ്ഥലം കേട്ടോ.
ഇവിടെ വന്ന് തിരിച്ച് വണ്ടി നിർത്തി ഞങ്ങളെല്ലാം ബസ്സിൽ കയറി. ഇരുന്നപ്പോൾ ഓരോ ചായ കുടി കഴിഞ്ഞാൽ അപ്പോൾ ബസ് എടുത്ത് പോട്ടോ. ഓരോക്കെ ചായ കുടിക്കാനുള്ള സമയമുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.